ഈ ആക്ടിവിറ്റീസിനെ ശബരിമലയെ കയറ്റിയ പിന്നെ പിണറായി സർക്കാർ തന്നെ ഇപ്പം അയ്യപ്പ സംഗമം നടത്തുക. അതിനെക്കുറിച്ച് പിന്നെ മാവൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഇവർ ഭയങ്കര ഭക്തിയോടുകൂടി അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതാണ് ആലോചിച്ചിട്ട് പിടികിട്ടാത്തത്. എന്തായിരിക്കും? നമ്മളെന്ത് പറയാം, എനിക്ക് മക്കളൊക്കെ അറിഞ്ഞാൽ വഴക്ക് പറയും. അയ്യപ്പ സംഗമം എന്താണെന്ന് അതെനിക്ക് അറിയില്ല. അറിഞ്ഞാലേ അതിനെപ്പറ്റി എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഈ പാവങ്ങളെ വഞ്ചിക്കാനുള്ള പരിപാടി, ഹിന്ദുക്കളായ നമ്മളെ പാവങ്ങളെ വഞ്ചിക്കാനുള്ള പരിപാടി കറക്റ്റായിട്ട് ഇതുപോലൊരു ചതിയല്ലേ ചെയ്തത്. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ അയ്യപ്പൻ്റെ അവിടുന്ന് കോവിലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സ്വർണം തിരികെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായേനെ. ഉള്ളത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതേ. അല്ല, വേറെ ഒന്നുമല്ല. അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ആ ശബരിമല ഈ പാത്തുമ്മേനെ കാത്ത് കയറ്റേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇത് അവരെ ഈ രാഷ്ട്രീയ കളി. അപ്പോൾ ഹിന്ദുക്കൾ വഞ്ചിതരാകുമോ? അങ്ങനെ ആവില്ലല്ലോ. അവർക്ക് വേണ്ടി ആവാൻ പറ്റില്ലല്ലോ. ഇത്രയും നമ്മൾ ദൈവത്തിനോട് ഭക്തിയോടെ പറയുന്നത് നമ്മൾ ആ വഞ്ചനയ്ക്ക് പോകാൻ കൂട്ടിക്കാൻ പാടില്ലല്ലോ. ഇവർക്ക് അതിനുള്ള യോഗ്യതയില്ല. അതെന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം അവരുടെ ഭരണത്തിനെ പറ്റിയോ മറ്റുള്ളതൊന്നും നമുക്ക് ഇതില്ല. ഒരു ഈശ്വര വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ കറക്റ്റായിട്ട്. ഇതുപോലൊരു ചതിയല്ലേ ചെയ്തത്. അതിനെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ബാക്കി അവരുടെ മറ്റുള്ള ഒരു കാര്യങ്ങളോടും ഞങ്ങൾക്ക് എതിർപ്പോ സഹകരണമോ കുറവോ കൂടുതലോ ഇല്ല. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാ മനസ്സിനെ ഈശ്വര വിശ്വാസിയത്തുള്ള അയ്യപ്പൻ്റെ നിത്യബ്രഹ്മചാരിയുടെ ഇതിൽ അവർ ചെയ്ത വീഴ്ചയ്ക്ക് ഞങ്ങൾക്ക് അവരോട് സഹകരിക്കാൻ പറ്റില്ല. അവരുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റില്ല. അയ്യപ്പ സംഗമം നടത്താനുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 25 വർഷമൊക്കെ ഭരിച്ചിട്ട് നാമാവശേഷമായി അവിടെ. അപ്പോൾ ഇവിടെ 10 വർഷമായപ്പോൾ തന്നെ തങ്ങളിൽ അടിപിടിയും അവരുടേതായിട്ടുള്ള ഈ അഴിമതി ആരോപണങ്ങളും എല്ലാം സ്വജനപക്ഷപാതവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഹിന്ദുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് എന്തെങ്കിലും ഇനിയൊരു ഭരണത്തിൽ തുടർച്ച നേടാൻ പറ്റുമോ എന്നുള്ള ഒരാലോചനയിലാണ് എന്ന് തോന്നുന്നു. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ അയ്യപ്പൻ്റെ അവിടുന്ന് കോവിലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സ്വർണം തിരികെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായേനെ. ഉള്ളത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതേ. അതിപ്പോൾ കോടതി ഇടപെട്ട് തിരിച്ചുകൊണ്ട് വരാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. 50 കിലോ ആയതുകൊണ്ട് ഇനി എന്താണ് തടസ്സമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ബുദ്ധിമുട്ടില്ലായിരുന്നു. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അത് തെറ്റായ കാര്യമല്ലേ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ ഇവർ ഈ അയ്യപ്പ സംഗമം നടത്താനുള്ള ഉദ്ദേശം എന്തായിരിക്കും? അതെന്താണെന്ന് അവർക്കല്ലേ അറിയാവോ ആ തീരുമാനം. ബാക്കിയുള്ളവർക്ക് അത് അറിഞ്ഞുകൂടല്ലോ. അവരുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് ഇത് വരണം എന്നുള്ളത് അറിഞ്ഞുകൂടല്ല. അന്നത്തെ സംഭവത്തിൽ മനസ്സ് നൊന്തില്ലേ? നൊന്നിട്ടുണ്ട്. ഇല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലായിരുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താലാണ് നടക്കണത്. ഭഗവാനെ എതിർത്ത് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതേ എനിക്ക് പറയാനുള്ളൂ. അത് അയ്യപ്പ സംഘം നടക്കുന്നത് ശരിയല്ല. കാര്യം ഇവർ രണ്ടുപേരെയും ശബരിമലയിൽ കയറ്റി നിർത്തിയിട്ട് ബാക്കി ഭക്തജനങ്ങൾ ഒരുമാതിരി ആക്കും പോലെയാണ് ഇതായിപ്പോയത്. ഇപ്പം എനിക്ക് പറയാനുള്ളൂ. ഇപ്പം എന്തിനാണ് ഈ അയ്യപ്പ സംഘം? ഇലക്ഷൻ വരെയില്ലേ, അതുകൊണ്ടാണ്. ഇലക്ഷനാണ്. അപ്പോൾ ഹിന്ദുക്കളെ കുപ്പിയിലാക്കാനുള്ള മാർഗം തന്നെ അത്രയാണ്. ഹിന്ദുക്കൾ കുപ്പിയിലാവൂ? എവിടെ ആവും തോന്നില്ല. എല്ലാ ഇലക്ഷനും വരുമ്പോൾ ഇതാണല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നേരെ തിരിച്ചറിയും. പഴയതുപോലെ തന്നെ ആയിരിക്കും. എല്ലാ ഹൈന്ദവ ശാസ്ത്രവും ഇങ്ങനെയാണല്ലോ. അവർ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ലേ ഭക്തജനങ്ങൾ. നമസ്കാരം. ഞാനൊരു ന്യൂസ് ചാനലിൻ്റെ ആളാണ്. അപ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ അറിയാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. ഈ ആക്ടിവിറ്റീസിനെ ശബരിമലയെ കയറ്റിയ പിന്നെ പിണറായി സർക്കാർ തന്നെ ഇപ്പം അയ്യപ്പ സംഗമം നടത്തുക. അതിനെക്കുറിച്ച് പിന്നെ മാവൻ്റെ അഭിപ്രായം എന്താണ്? ആ പുള്ളി എന്തെങ്കിലും പറയുമായിരുന്നല്ലോ. അത് ശരി. പറയാൻ വേണ്ടി നിൽക്കുന്നവരെയും ചേട്ടൻ്റെ അഭിപ്രായത്തിലേ
ഈ പിന്നെ ഇപ്പം അയ്യപ്പ സംഗമം നടത്തേണ്ട വല്ല കാര്യം ഒരു കാര്യമില്ല. എന്തോ ഇത് ഇലക്ഷൻ അടുത്ത് വരണുണ്ട്, അതിന്റെ വേല. ഏത് ഇലക്ഷൻ അടുത്ത് വരണില്ലേ, അതുകൊണ്ടുള്ള വേല. ഇപ്പം അയ്യപ്പ സംഗമം നടത്തുന്നു, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പെണ്ണുങ്ങൾ അവിടെ കയറി, അവിടെ ഒരു സ്ഥലമല്ലേ ഉള്ളൂ പെണ്ണുങ്ങൾ കയറി നിറങ്ങാം. കയറാമല്ലോ, 50 വയസ്സിന് ശേഷം കയറാമല്ലോ. കയറണ്ടെന്ന് അവർ പറയുന്നില്ലല്ലോ. പിന്നെ അതിന് മുമ്പേ കയറി അവിടെ ഇല്ലാതാക്കണത് ശരിയായ കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഇവർ ഭയങ്കര ഭക്തിയോടുകൂടി അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതാണ് ആലോചിച്ചിട്ട് പിടികിട്ടാത്തത്. എന്തായിരിക്കും? അതൊക്കെ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഇലക്ഷൻ വരെ ആയിരിക്കും. അതെ, അത് തന്നെയാണ് ലക്ഷ്യം. നമ്മളെന്ത് പറയാം, എനിക്ക് മക്കളൊക്കെ അറിഞ്ഞാൽ വഴക്ക് പറയും. മക്കളറിഞ്ഞാൽ വഴക്ക് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം, കാരണം എല്ലാം ഒരു സത്യസന്ധത ഭഗവാന്റെ അടുത്ത് പോവുകയാണ്, അത്രയേ ഉള്ളൂ. അതിൽ എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അപ്പോൾ മക്കൾ അറിഞ്ഞാൽ വഴക്ക് പറയും. മക്കളറിഞ്ഞാൽ വഴക്ക് പറയുമെന്നല്ല, ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ശരിയാവില്ല അവനെ. ശരി ശരി. മക്കൾ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം പിള്ളേർ അവരെന്ത് ചെയ്യേ? അവരൊന്നും ചെയ്യാൻ നോക്കില്ല. ചേട്ടാ ഒരു മിനിറ്റ്. നിങ്ങൾ വരണമെങ്കിൽ ഒരു കാര്യം, അതായത് നമ്മുടെ ഈ പറഞ്ഞു ആക്ടിവിറ്റീസിനെയൊക്കെ ശബരിമലയിൽ പോലീസ് സംരക്ഷണത്തോട് കയറ്റിയ പിണറായി സർക്കാർ തന്നെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുകയാണ്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അയ്യപ്പ സംഗമം എന്താണെന്ന് അതെനിക്ക് അറിയില്ല. അറിഞ്ഞാലേ അതിനെപ്പറ്റി എന്താണെന്ന് അറിയത്തുള്ളൂ. അതായത് പിണറായി വിജയനെ പേടിച്ച് പിന്നെ അഭിപ്രായം പറയാൻ മടി കാണിക്കുന്ന ഹൈന്ദവർ, ആർക്കും വ്യക്തമായ അഭിപ്രായമില്ല. ചില ആളുകൾ അഭിപ്രായം പറയാൻ വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർ കണ്ണ് കാണിച്ച് തട്ടി മാറ്റുന്നതും അവരെ എന്നിൽ നിന്ന് അകറ്റി മാറ്റുന്നതും ഞാൻ വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.